അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നതിന് കൃത്യമായ തെളിവാണ് ഇന്നത്തെ സുവിശേഷം. യേശു തനിയെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. തനിയെന്ന് പറയുമ്പോൾ മറ്റാരും ഇല്ലെന്നേ ഉള്ളൂ, ശിഷ്യന്മാർ കൂടെയുണ്ട്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ച ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? 3 വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്. ഇന്ന് ചിലർ സ്നാപയോഹനാണെന്ന് പറയുന്നുണ്ട്, ചിലർ ഏലിയ എന്ന് പറയുന്നുണ്ട്, ചിലർ പൂർവ്വ പ്രവാചകന്മാർ ഒരുവൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നുണ്ട്. ഇത് 3 പറയുമ്പോൾ അവർ ആ കാലഘട്ടത്തിൽ യേശുവിന് ചില ക്വാളിറ്റീസാണ്, യേശുവിൻ്റെ ചില പെരുമാറ്റങ്ങളിൽ, യേശുവിൻ്റെ ചില രീതികളിൽ, സംസാരിച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് അവർ ഗസ് ചെയ്തെടുത്തതാണ്. അപ്പോഴും അവർക്ക് യേശുവിനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല, യേശു ആരാണെന്ന് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയില്ല. പക്ഷെ കൂടെ നടന്ന പത്രോസിന് പിടുത്തം കിട്ടി. അത് റെപ്രസെൻറ്റേഷനാണ്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ ഒരാൾ പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ആരും നിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഈ മനസ്സിലാക്കാത്ത പോയ ഒരാൾ പിന്നീട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഈ മരണത്തിന് കാരണം ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാതെ പോയതാണ്. യേശുവിനെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പലരും മനസ്സിലാക്കിയില്ല. അതാണ് ഈ നടക്കാൻ പോയ കാര്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഒരുപക്ഷെ യേശുവിനെ പൂർണ്ണമായിട്ടും ആൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ യേശുവിന് കുരിശുമരണം സംഭവിക്കില്ലായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിലാക്കാത്ത പോയ ഒന്ന് ജീവന് തന്നെ അവസാനം വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് രക്ഷയായി മാറി എന്നുള്ളത് മറ്റൊരു വശം, അതവിരിക്കട്ടെ. എങ്കിലും ക്രിസ്തു ഈ ഭൂമിയിൽ സഹിക്കേണ്ടി വന്നത് മനസ്സിലാക്കാത്ത പോയൊരു ജനതയ്ക്ക് കാരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, ചില സമയങ്ങളിൽ നമ്മളും അങ്ങനെയാണ്. നമ്മളെയും പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട്. ഇങ്ങനെ മനുഷ്യർ നമ്മൾ വ്യത്യസ്തരായി കാണുന്നുണ്ട്. പക്ഷെ നമ്മളതല്ല, നമ്മൾ മറ്റെന്തോ ആണ്. പക്ഷേ നമ്മൾ ഏതൊക്കെയോ നിമിഷത്തെ ചില കാര്യങ്ങളൊക്കെ ആളുടെ ഇവാലുവേഷനുണ്ട്. അതുകൊണ്ട് അവരതൊക്കെ പറയുമ്പോഴും ക്രിസ്തു ഈ സുവിശേഷങ്ങൾക്കിടയിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇക്കാര്യം ആരോടും പോയി പറയരുതെന്ന് അവൻ കർശനമായിട്ട് നിർദ്ദേശിച്ചു. എനിക്ക് തോന്നുന്നു ഇതുതന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം. നമ്മൾ ആരാണെന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യരുത്, ഒന്നും പറഞ്ഞു നടക്കരുത്. എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതായിരുന്നു. യേശു ആരാണെന്ന് തെളിയിക്കാൻ അവൻ തുടക്കം മുതൽ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. ദൈവപുത്രനാണെന്ന് തെളിയിക്കാൻ പിശാച് 3 പരീക്ഷണങ്ങളോടെ നടത്തുമ്പോഴും യേശു തെളിയിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. ഏറ്റവും അവസാനം നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ തറങ്ങി വാന്നൊക്കെ വിളിച്ചത് പോലും യേശു അത് ചെയ്തില്ല. കാര്യം ഈ യേശു എന്താണെന്ന് തെളിയിക്കാൻ യേശു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അവൻ മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണെന്നൊക്കെ ഈ ജനതയ്ക്ക്, ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. കാലവും ലോകവുമാണ് തെളിയിച്ചത് അവൻ എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെ മനസ്സിലാക്കാത്ത ഒരു ചുറ്റും ജനത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാൻ, എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാലവും ലോകവും ഉണ്ടല്ലോ. ക്രിസ്തുവിനെ ലോകം തിരിച്ചറിഞ്ഞതുപോലെ നമ്മളെയും തിരിച്ചറിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈ എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈ എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. ഭൂമായർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോൾ ക്ഷാമമേശിടാത്ത സ്നേഹം
കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. തൻ കരുണയോ പൂർണ്ണമാണോ സാന്ത്വനം ചെയ്വതിന്നു നാഥനടുത്തുണ്ടു നിർണയം. തൻ കരുണയോ പൂർണ്ണമാണോ സാന്ത്വനം ചെയ്വതിന്നു നാഥനടുത്തുണ്ടു നിർണയം. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. പ്രാർത്ഥനയ്ക്കവൻ മുമ്പിൽ സ്തോത്രമോട് നാം എത്തിയെന്നും തന്റെ വാക്കിൽ ആശ്രയിക്കുവിൻ. പ്രാർത്ഥന